ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അവിയൽ ഉണ്ടാക്കിയാലോ? ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നേ. പെട്ടെന്ന് എന്തായാലും ഓണത്തിന് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കണമല്ലോ. അപ്പം സമയമൊന്നും അധികം കളയാതെ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കണേന്ന് നോക്കാം. അവിയലിലേക്കായി ഞാനിവിടെ കോവയ്ക്ക, മത്തങ്ങ, ചേന, നമ്മുടെ ക്യാരറ്റ്, മുരിങ്ങക്കോല്, പിന്നെന്താണ് പച്ചമുളക്, ബീൻസ്, വള്ളിപ്പയറ്, പച്ചയേത്ത വാഴയ്ക്ക ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമ്മളിങ്ങനെ ഒരേ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അധികം വണ്ണമൊന്നും കുറയ്ക്കേണ്ട, കാരണം വെച്ചാൽ വേഗം നമ്മൾ കുക്കറിലാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ വേഗം അത് വെന്തളിഞ്ഞു പോകും. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വീതിയൊക്കെ ഒക്കെ കൊടുത്ത് ഒരേ നീളത്തിൽ നമ്മളിതെല്ലാം അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി അത് മുഴുവൻ അരിഞ്ഞെടുത്തിട്ട് കാണാം. നോക്കിയേ, ഞാനിവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ നീളത്തിലാണ് ഏകദേശം അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവരെല്ലാം നമ്മൾ കുക്കറിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമ്മൾ നമ്മുടെ ഓരോ കഷ്ണങ്ങളും നമ്മൾ ഇടാൻ പോവാണ്. ഇവിടെ നമ്മൾ ചേന ഇട്ടു, നമ്മുടെ മത്തങ്ങ അരിഞ്ഞെടുത്തത് ഇട്ടു, പിന്നെന്താണ് നമ്മുടെ പച്ചവാഴയ്ക്ക് അരിഞ്ഞിട്ടു, ബീൻസ് ഇട്ടു. ചിലവർ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇടാറില്ല കേട്ടോ. ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുരിങ്ങക്കായ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ കുക്കറിൽ വിസിലടുപ്പിക്കാറില്ല. പക്ഷെ ഞാൻ ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ എന്താണ് വെന്ത് അളിഞ്ഞു പോവുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവസാനം പച്ചമുളകും കൂടി ഇട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടേ. മഞ്ഞൾപ്പൊടി എല്ലാം തൂവി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് കുറച്ച് എണ്ണ കൂടി തൂവി കൊടുക്കുക. ഒന്നുകിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുക, അല്ലെങ്കിൽ നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒന്ന് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയ രീതിയിൽ നമ്മളൊന്ന് സ്പൂൺ വെച്ച് ഇളക്കുകയോ ഇങ്ങനെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുകയോ എന്താ വെച്ചാൽ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. കാരണം നമ്മുടെ പച്ചക്കറിയിൽ നിന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കിവിടെ വരുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. ഒറ്റ വിസിലിന് അത് ഓഫാക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ അവിയലിൻ്റെ അരപ്പിലേക്ക് ആവശ്യമായ തേങ്ങ ഒരു മിക്സി ജാറിൽ എടുക്കുക. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില കൂടിയിട്ട് നമ്മളിതൊന്ന് ഒതുക്കിയെടുക്കാൻ പോവാണ്. ഒന്ന് ജസ്റ്റ് മിക്സിയിൽ വെച്ച് ഒതുക്കിയെടുത്താൽ മതി. ഒരു പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്യാൻ ആദ്യം വിട്ടുപോയതാട്ടോ. പച്ചമുളകും കൂടി ഇട്ട് ഞാനൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ തുറന്നപ്പം കണ്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പച്ചക്കറികളെല്ലാം. അപ്പോൾ ഒറ്റ വിസിലിന് കണ്ടോ എല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഓവറായിട്ട് അളിഞ്ഞു പോയിട്ടുമില്ല. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ അരപ്പ് ചേർക്കുകയാണ്. അതൊന്ന് തട്ടിപ്പൊത്തിയെടുത്ത് നമ്മൾ ഒന്ന് തട്ടിപ്പൊത്തി മൂടി നമ്മൾ വെക്കുക. സിമ്മിലിട്ട് വെച്ചാൽ മതി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് അങ്ങനെ ഉടഞ്ഞു പോവാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ഈ രീതിയിലൊന്ന് തട്ടിപ്പൊത്തി വെക്കുക. നമ്മുടെ തേങ്ങയും അരപ്പെല്ലാം ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ചെറിയൊരു കോപ്പയിൽ കുറച്ച് തൈര് എടുത്തിട്ടുള്ളൂ. കാരണം കുറച്ച് അല്ലേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അധികം ആവണ്ട. പിന്നെ അത് ചൂടായി തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂട് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അടുപ്പിൽ നിന്ന് അതെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നവിടെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലും നന്നായിട്ട് പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടാകും. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ഞാനിങ്ങനെ ആട്ടോ ഉണ്ടാക്കാറ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.